Hey guys, welcome back to Aditya Vlogs. விழித்தவுடன் கனவுகள் இருளுகின்றன ஆதித்யா காதல் இதயத்தை நிரப்புவது போல മനമാദിത്യ. അപ്പം നമ്മളൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഗിവ് അവേയുടെ വീഡിയോ ഇടാത്തത്, ആർക്കാണ് ഫോൺ ലഭിച്ചിട്ടുള്ളത്, ഇത് ഫേക്കാണോ എന്നൊക്കെ നിരവധി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാലിന് വയ്യാത്തൊക്കെ കൊണ്ട് കുറച്ചൊരു വീഡിയോ ഒന്ന് ഡിലേ ആയി. കാരണം ആ ഫോണ് ലഭിച്ച ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു ഒരുപാട് ദൂര സ്ഥലത്ത് പോകണം. കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കൊന്നും ലഭിച്ചത്. അപ്പോൾ അവർക്ക് ആ ഫോൺ കൊണ്ടു കൊടുക്കുന്ന വീഡിയോസ് എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കാലിന് വയ്യാണ്ട് ഞാൻ കുറച്ച് ദിവസം ഒരു 6-7 ദിവസം വീട്ടിൽ തന്നെ കിടപ്പായിരുന്നു. അപ്പം ഇപ്പോഴാണ് പിന്നെ ഒന്ന് എണീറ്റ് നടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനി എൻ്റെ ഫൈനൽ വ്ളോഗും കൂടെ ആയിരിക്കും. കാരണം ഇനിയൊരു വ്ളോഗ് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇനി കാലിന് സർജറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വ്ളോഗ് ഇടാൻ പറ്റുമായിരിക്കും. പക്ഷേ കാലിന് സർജറി ചെയ്യാൻ 3 ലക്ഷം രൂപയോളം വേണം. അതുകൊണ്ട് എന്തായാലും ഇപ്പം നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് 3 ലക്ഷം രൂപയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ സർജറി നടത്താൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ വ്ളോഗ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരുപാട് സ്ഥലത്ത് പോകണം, നല്ല നല്ല വ്ളോഗ്സ് എടുക്കണം. അപ്പോൾ കാലിന് വയ്യാതെ നടക്കാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷോർട്സ് ആണെങ്കിലും ഞാൻ മൊത്തത്തിലങ്ങ് പാരലൈസ് ആവുന്നവരെ ഞാൻ ഷോർട്സ് ചെയ്യും എന്നാണ് ഇപ്പം വിചാരിക്കുന്നത്. മാക്സിമം ചെയ്യുന്ന അത്രയും ചെയ്യും. ബെഡിൽ മൊത്തം പാരലൈസ്ഡ് ആവുന്നത് വരെ ഞാൻ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യും. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല വ്ളോഗ്സും നമ്മൾ ചെയ്തിട്ടുള്ളത്. എങ്ങനെയും ക്ലിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ചൊരു തരത്തിൽ ഈ 2 വർഷമായിട്ടും 2.5 വർഷമായിട്ടും നമുക്ക് യൂട്യൂബ് ചാനൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അത് ഇപ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ പോരായ്മയായിരിക്കും, എനിക്കറിയില്ല. സോ ഇല്ല, എന്നെ ആൾക്കാർ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാവാം, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമുക്കൊരു റീസൺ അറിയില്ല. ഒരു സക്സസിൻ്റെ റീസണോ അല്ലെങ്കിൽ ഫെയിലിയറിൻ്റെ റീസണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മളെന്ന് പറയുന്ന വ്യക്തി നമുക്ക് നമ്മളായിട്ടല്ലേ വ്ളോഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും കൂടുതൽ. അതുകൊണ്ടായിരിക്കും നമ്മൾ വിചാരിച്ചത്ര റീച്ച് നമ്മുടെ ചാനലിൽ കിട്ടാത്തത്. അപ്പോൾ എന്തായാലും ഇതൊരു ഫൈനൽ വ്ളോഗും കൂടെ ആയിരിക്കും. ഇനി ഞാൻ കുറേ നാളത്തേക്ക് വ്ളോഗ്സിൽ വരുന്നതായിരിക്കത്തില്ല. കുറേ നാളത്തേക്കൊന്നല്ല, ഇനി വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ല. കാരണം കാലിൻ്റെ സർജറി ചെയ്യാൻ എന്തായാലും ഇപ്പം ഫിനാൻഷ്യലി നമുക്ക് ഇല്ലാത്തത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സർജറി ചെയ്യുവാണെങ്കിൽ കാല് ഓക്കെ ആവുകയാണെങ്കിൽ ചിലപ്പം വന്നേക്കാം. ഷോർട്സ് ആണെങ്കിലും പാരലൈസ് ആവുന്നവരെ, മൊത്തത്തിൽ നമ്മൾ കിടപ്പാവുന്നത് വരെ നമ്മൾ ചെയ്യും. അപ്പോൾ അതും എപ്പോൾ വേണമെങ്കിലും നിൽക്കാം. എന്തായാലും മാക്സിമം നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക കാലിന് പെട്ടെന്ന് സർജറി ചെയ്യാൻ എമൗണ്ട് കിട്ടാനും ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കാനും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും കാലിനൊക്കെ റെഡി ആവണമെങ്കിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഗിവ് അവേ വീഡിയോ ആണ്. അപ്പോൾ അത് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ ഒരു സ്ഥിരമായിട്ട് എന്നോടൊരു യൂട്യൂബിലൊരു പയ്യൻ ചോദിക്കാറുണ്ടായിരുന്നു എന്താ ഗിവ് അവേയുടെ വീഡിയോ വരാത്തതെന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം കാലിന് വയ്യാത്തതുകൊണ്ട് കിടപ്പിലായത് കൊണ്ടുമാണ് നമ്മൾ ആ ഒരു സ്ഥലത്ത് ഫോൺ പോയി കൊടുത്തിട്ടല്ലേ നമുക്ക് ആ ഒരു വീഡിയോ എടുത്തിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരുന്നു ഇത്രയും ലേറ്റ് ആയത്. എല്ലാവരും ക്ഷമിക്കുക. പറയാൻ വിട്ടുപോയി, ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവനായിട്ട് ചെറിയ രീതിയിലൊരു ഗിഫ്റ്റൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതും കൂടെ ഈ വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. വീഡിയോക്കുള്ള പോവാം. നമ്മൾ ഗിവ് അവേ ഇട്ടിട്ടും അത് വളരെ സീരിയസ് ആക്കി എടുത്ത ആൾക്കാർ വളരെ കുറവായിരുന്നു. അപ്പോൾ ആ സീരിയസ് ആക്കി എടുത്ത് നമ്മുടെ എല്ലാ വ്ളോഗ്സും അതുപോലെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഫോൺ കൊടുക്കുക അല്ലെങ്കിൽ അതിന് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും FBയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാ വീഡിയോസും കണ്ട ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഒരു 4 പേരൊക്കെ ഉള്ളൂ. നമ്മൾ ഗിവ് അവേ വെച്ചപ്പോൾ അതൊരു സീരിയസ് ആയിട്ട് കാണാത്ത ഒത്തിരി പേരുണ്ട്. എന്തായാലും നമ്മൾ ഗിവ് അവേ വെച്ചത് വളരെ ജെന്യൂൻ ആയിട്ടാണ്. അപ്പോൾ ഗിവ് അവേയിൽ ഫോണ് അജിത്ത് എന്ന് പറയുന്ന ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കാണാനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷമായി. മോനൊരു ഗിവ് അവേ വെച്ചപ്പോൾ ഇത് സത്യമാണോ എന്ന് കരുതി ഡൗട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഫോൺ കൊടുക്കുന്നുണ്ട്, ചാർജറുണ്ട്. അപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഗിവ് അവേയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും FBയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരേ സമയം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് കാലിന് തീരെ അങ്ങ് വയ്യാണ്ടാവുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇനി ഇത് ഗിവ് അവേ നടത്തിയിട്ട് അതിൻ്റെ ഒരു സമ്മാനം നേരിട്ട് എനിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെയുള്ളൊരു ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. കാരണം ഞാനൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് പാലിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്.
അതുപോലെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഭൂമി തന്നെ തലകീൽ മറിഞ്ഞാലും ഞാൻ ആ തീരുമാനം മാറ്റില്ല. തീരുമാനം എടുത്തതാണ്. അതുപോലെ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു ഉൾഭയം ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ വാക്ക് ഈ ഗിവ് അവേയിൽ നേരിട്ട് തന്നെ അവർക്ക് ഇതൊരു ഫോൺ കൊണ്ടു കൊടുക്കാൻ പറ്റുമോ, അല്ല സമ്മാനദാനം നടത്താൻ എനിക്ക് പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ദൈവം സഹായിച്ച് അത് വളരെ മംഗളമായിട്ട് നടന്നു. ദൈവത്തിന് 1000 നന്ദി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നെൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പം അവനായിട്ടുള്ളൊരു ചെറിയ പണി നമുക്ക് കൊടുക്കാം. ചെറിയൊരു പണി, വലിയ പണിയൊന്നുമില്ല, ചെറിയ പണി. എല്ലാരും പറയും കൊല വലിപ്പല്ല. ഓനോണം വലിപ്പുണ്ട് ഓൻ്റെ കൊല കണ്ട് നോക്കുകയാണെങ്കിൽ നിലത്തിലേക്ക് മുട്ടാനായിക്കണു. ഉണ്ടാകാൻ കഴിയാത്ത അവൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്നു പറഞ്ഞപ്പം നമ്മൾ ഓൾറെഡി ചെറിയൊരു ഗിഫ്റ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് നമ്മൾ എന്ത് കൊടുക്കും, എന്തായിട്ട് സർപ്രൈസ് ആയിട്ട് എന്ത് കൊടുക്കും എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. 1-2 സെലിബ്രിറ്റികളൊക്കെ എനിക്കറിയാം, അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള സെലിബ്രിറ്റികളുണ്ട്. പിന്നെ അവൻ്റെ അടുത്ത ഫ്രണ്ട്സ്, അവനറിയാതെ ഞാൻ കോൺടാക്ട് ചെയ്ത് അവർ ഇവനെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന ഒരു ചെറിയ സെഗ്മെൻ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാം. ആദ്യം തന്നെ ശ്രീനാഥ് പറ്റി പറയുകയാണെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗറിൽ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രൊമോ പരസ്യത്തിൽ അവൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2018 മൂവിയിൽ അവൻ അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞു വേഷങ്ങളാണ്. ഇപ്പം 16 ജേസലോട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൻ വിഷ് ചെയ്യുന്ന വീഡിയോ ആദ്യം കാണാം. ഹായ്, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ആദിത്യ വ്ളോഗ്സിൽ അനിലിന്റെ ബർത്ത്ഡേ ആണിന്ന്. അനിലിന് അപ്പോൾ എൻ്റെ വകയായിട്ട് എല്ലാവിധ ജന്മദിനാശംസകളും നേരുകയാണ്. ഫ്യൂച്ചറിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ. അപ്പോൾ ആദിത്യക്കും അനിലിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ജിബ്രൂട്ടൻ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. പലർക്കും ജിബ്രൂട്ടനെ അറിയായിരിക്കും, കാരണം അവൻ അത്രയും ഫേമസ് ആണ്. ഒരുപാട് വീഡിയോസ് അവൻ്റെ വൈറലായിട്ടുള്ളതാണ്. അവനും എൻ്റെ കൂട്ടുകാരനെ വിഷ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അപ്പോൾ അതും ഞാൻ കൊടുക്കുന്നുണ്ട്. ഹായ്, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അനിലേട്ടന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ അനിലേട്ട, ഗോഡ് ബ്ലെസ് യു. അടുത്തത് അവൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്. അവന് ഒരുപാട് ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ ഭയങ്കര ഫ്രണ്ടാണെന്നൊക്കെ എന്നോട് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഇദ്ദേഹത്തെ നേരിട്ട് അങ്ങനെ അറിയത്തില്ല, അവരോട് കോണ്ടാക്റ്റ് ഒന്നുമില്ല. പക്ഷേ അവൻ്റെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. ആ ഒരു ഫ്രണ്ട് ഒരിക്കലും ഇവനും ഇങ്ങനൊരു വിഷസ് അറിയിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. അപ്പം അവന് അപ്പു അയച്ചിട്ടുള്ള വീഡിയോസുണ്ട്. അപ്പം അപ്പവും ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലായിട്ടുള്ള ആളാണ്, നല്ല രീതിയിൽ ആക്ടിങ് ചെയ്യുന്ന നല്ലൊരു പയ്യനാണ്. സോ അവനും എൻ്റെ കൂട്ടുകാരനെ വിഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. സോ അതിവിടെ കൊടുക്കുന്നു. അടുത്തത് അവൻ്റെ തന്നെ ഫ്രണ്ടായിട്ടുള്ള അമൻ കരീം. ഡാൻസറാണ്, സിംഗറാണ്, ആക്ടറാണ്. ഒരുപാട് ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഒരുപാട് മൂവീസിൽ ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെയും ഇവനറിയാതെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഒരു ബൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഇവനെ വിഷ് ചെയ്യുന്നൊരു വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഹായ്, ഇറ്റ്സ് മീ അമൻ കരീം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അനിൽകുമാറിന്, എൻ്റെ പ്രിയ സുഹൃത്തിന് 1000 ജന്മദിനാശംസകൾ. അപ്പം ഞാൻ ആവശ്യപ്പെട്ടപ്പം എൻ്റെ കൂട്ടുകാരന് ബർത്ത്ഡേ വിഷസ് അറിയിച്ച അപ്പു, ആക്ടർ അമൻ കരീം, ആക്ടർ ശ്രീനാഥ്, ആക്ടർ ജിബ്രൂട്ടൻ. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ ഗീവ് അവേ കൊടുത്തിട്ടുണ്ട്, നമ്മളെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആഘോഷമുണ്ട്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.